ആഞ്ഞു തള്ളടാ, നടക്കും എന്തെങ്കിലും. എൻ്റെ മക്കളെ, ഞങ്ങൾ ഒന്നുകൂടി തള്ളാൻ പോവാ. അപ്പോൾ ഈ പാറ തള്ളുന്നതും ഇവിടുത്തെ ചുറ്റും, അതായത് മഹാബലിപുരത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളുള്ളത്. അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു അടിപൊളി ദിവസം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ചെന്നൈയിലുള്ള മഹാബലിപുരത്തേക്കാണ്. മഹാബലിപുരത്തേക്ക് മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. ചെന്നൈയിൽ നമ്മുടെ റൂംമേറ്റായ രാജേഷ് ഏട്ടൻ്റെ കല്യാണമാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന പോക്കാണിത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബാംഗ്ലൂർ കയ്യാറുപുരത്തുനിന്ന് ട്രെയിൻ കയറി ഇങ്ങനെ പോവുകയാണ് ചെന്നൈയിൽ വെലാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വെച്ചാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ചെന്നൈ എത്തി. അവിടുന്ന് മെട്രോ കയറി, പിന്നെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഓൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കല്യാണം നടക്കുന്നത്. കല്യാണം ഹാളിലാണ്. ഒരു ഗ്രാൻഡ് കല്യാണമായിരുന്നു. ഫുള്ള് DJയും പാട്ടും എല്ലാം വെച്ച് അവിടെ അടിച്ച് പൊളിച്ചൊരു കല്യാണം. തമിഴ്നാട്ടിൽ ഒഴിച്ചുവിടാൻ പറ്റും തമിഴ്നാട് ബിരിയാണി. നല്ല സൂപ്പർ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയും കഴിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്ത് പാട്ടൊക്കെ വെച്ച് DJ ഒക്കെ കളിച്ച് ഞങ്ങളവിടെ വന്നു. ഇനിയിപ്പോൾ രാവിലെ മഹാബലിപുരത്തേക്ക് പോകണം. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ മഹാബലിപുരത്തേക്ക് പോവാണ്. രാവിലെ ഒരു 7 മണി, കുറച്ച് ഡിലേ ആയി ഞങ്ങൾ എണീച്ചപ്പോൾ തന്നെ. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഒരു ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് കയറിപ്പോയി. അപ്പോൾ അതിന് മുന്നേ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ലൊരു ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുക. ഞങ്ങളെ ഫുഡ് മാത്രം തന്നില്ല, പക്ഷേ അച്ഛന് മാത്രം ഫുഡ് കിട്ടി. നല്ല മസാല ദോശ കിട്ടി. ഞാൻ പൊങ്കൽ ഓർഡർ ചെയ്തേ, എന്നിട്ട് നോക്കാം. പൊങ്കൽ നമ്മുടെ ബാംഗ്ലൂർ വയ്ക്കുന്ന പൊങ്കൽ അത്ര വലിയ ടേസ്റ്റ് ഇല്ല, പക്ഷേ ഓക്കെ. ഇപ്പോൾ നല്ല ചായയാണ്. അതുകൊണ്ട് ഈ ഗ്രീൻ ചട്നി നല്ല രസം. ഹലോ, ഇപ്പോൾ നമ്മളിപ്പോൾ നേരെ റൂമിൽ നിന്ന് തിരുവാമൂർ ഡിപ്പോൾ, അതായത് ഇവിടെ നിന്നാണ് നമുക്ക് ബസ് കിട്ടുന്നത് മഹാബലിപുരത്തേക്കും പോണ്ടിച്ചേരിക്കുള്ള. അപ്പോൾ നമ്മൾ ബസ് നോക്കിക്കാണ്. ഇനി ബസ് വന്നിട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ മഹാബലിപുരം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു കവാടൊക്കെ കാണാം, കുറച്ച് കൊത്തുപണികളൊക്കെ ആയിട്ട്. ഇനി ഇവിടുന്ന് ശരിക്കും നടക്കാവുന്ന ദൂരമേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾക്ക് വലിയ ഡിസ്റ്റൻസ് അറിയാത്ത ഞങ്ങളുടെ ഓട്ടോക്കാരൊക്കെ പറ്റിച്ചു. കുറേ ദൂരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞങ്ങൾ ഓട്ടോയിൽ കയറി. അപ്പോൾ ഒരാൾക്ക് 20 രൂപയാണ് വരുന്നത്. 20 രൂപ എടുത്ത് ഞങ്ങൾ സ്ഥലത്തെത്തി. അവിടുന്ന് പിന്നെ നമ്മൾക്ക് നടന്ന് കാണും ഓരോ സ്ഥലവും. അങ്ങനെ ഞങ്ങളിവിടെ ഓട്ടോ ഇറങ്ങി. അപ്പോൾ നമുക്കിവിടെ തൊട്ട് സൈഡിലായിട്ടാണ് ഫസ്റ്റ് കാണുന്ന ഹെറിറ്റേജ് സ്പോട്ട്. മഹാബലിപുരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ്. ഇത് പണ്ട് 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും പല്ലവ രാജവംശം നിർമ്മിച്ചൊരു സ്ഥലമാണ്. ഇത് ഫേമസ്, നമ്മുടെ ടെമ്പിൾസിലൊക്കെയാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ളത്. ഇവിടെയാണ് കൃഷ്ണ ബട്ടർ ബോൾ എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് വേൾഡ് ഹെറിറ്റേജിൽ ഏറ്റവും ഫേമസ് ആയ കൃഷ്ണാസ് ബട്ടർ ബോൾ. അപ്പോൾ ഈ ഹെറിറ്റേജ് പ്ലേസ് ഫുൾ ആണ് നമ്മൾ ഏകദേശം ടിക്കറ്റ് കൊടുക്കണം. അപ്പോൾ 40 രൂപയാണ് ഒരു അഡൾട്ടിന് വരുന്നത്. ഫോറിനേഴ്സാണ് 200 രൂപ. ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ കൃഷ്ണാസ് ബട്ടർ ബോൾ. ഇത് നമ്മുടെ ഗ്രാവിറ്റീനെ പോലും അതിശയപ്പെടുന്ന രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ഒരു സ്ലോപ്പിൽ ഇത്രയും ഭീമാകരമായൊരു പാറ നിൽക്കുകയാണ്. ഇതിനെ പണ്ട് കൃഷ്ണനെ ഉപയോഗിച്ചിട്ടാണ് ഇവർ പറയുന്നത് കൃഷ്ണാസ് ബട്ടർ ബോൾ. ഒരു ബട്ടറിൻ്റെ ഷേപ്പിലാണ് അവരതിനെ കാണുന്നത്. അപ്പോൾ ഇതിന് യാതൊരു സപ്പോർട്ടും ഇല്ല. ഈ ഒരു സ്ലോപ്പിൽ പാറയ്ക്ക് അടിയിലായിട്ട് ഞാൻ കുറേ നോക്കി. അടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പോലും നമുക്കൊന്നും കാണാൻ പറ്റില്ല, ഇവിടെ സപ്പോർട്ടൊന്നുമില്ല. ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. ഇത് നമ്മുടെ ജപ്പാൻ പ്രധാനമന്ത്രി ഒരു ദിവസം വന്നപ്പോൾ നമ്മൾ ഓർക്കുന്നില്ല, കൈകോർത്ത് അവർ നിൽക്കുന്നത്. അത് ഈ പാറയുടെ ചോട്ടിലാണ്. ഭയങ്കര നമുക്കൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ്. നോക്കണം, ഭയങ്കര ശ്രദ്ധിക്കണം. ഭയങ്കര നല്ല സ്ലോപ്പൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈം കണ്ടില്ലേ, നല്ല സ്ലോപ്പ് ചെയ്ത് പോകാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെ. നമ്മളിപ്പോൾ എവിടെയാണ്? പാറയുടെ ചുവട്ടിൽ. മഹാബലിപുരം എന്ന് പറയുന്നത് നമ്മൾ ഹംപി പോലൊരു സ്ഥലമാണ്. അത് നമുക്ക് ആരും കാണിച്ചു തരേണ്ടില്ല, നമ്മളായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ്. നമ്മളങ്ങനെ ഒരുപാട് അതിൽ കൂടെ നടക്കുമ്പോൾ ഒരുപാട് കൊത്തുപണികളും പഴയ പുരാതനമായ അമ്പലങ്ങളും എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ചുറ്റും ഞങ്ങളിങ്ങനെ കുറേ നടന്നു. ഓരോന്ന് നമ്മളാൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങളിങ്ങനെ കുറേ നോക്കി. നല്ല രസമാണ്. ആനയൊക്കെ കൊത്തുപണി എടുത്ത് വെക്കുന്നതാണ്. അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ഒരു കച്ചവടം ചെയ്യുന്നുണ്ട്. ഈ മഹാബലിപുരത്തിൻ്റെ സ്പെഷ്യൽ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ റീച്ച് ചെയ്തൊരു ആഫ്റ്റർനൂൺ ആയതുകൊണ്ട് അത്ര വലിയ ക്രൗഡ് ഉണ്ടായിരുന്നില്ല. ഇവിടെ എല്ലാവരും പറയുന്നത് ഈവനിങ് ഒക്കെ ആകുമ്പോൾ നല്ല ക്രൗഡ് വരും. കാരണം ഫാമിലീസൊക്കെ ഒരുപാട് പേര് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് മോഡലാണ് ഇവിടെ.
അതുപോലെ തന്നെ ഒരുപാട് ടെമ്പിൾ ഉണ്ട്. ചില ടെമ്പിളിൽ ഇപ്പോഴും ഇവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പൂജാരികളൊക്കെയാണ് വരുന്നത്. പിന്നെ നല്ലൊരു പെർഫെക്റ്റ് വാക്കിങ്ങിന് പറ്റിയ സ്ഥലമാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് കുടിക്കാനും ഓരോ സാധനങ്ങളൊക്കെ കിട്ടും. മാങ്ങ, പൈനാപ്പിള്, കൈതച്ചക്കയൊക്കെ നമുക്ക് ഇട്ടത് തരും. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ കുറേ നടന്ന് കാണേണ്ട കാഴ്ചകളാണ്. ഒരു അഡ്വഞ്ചർ ട്രെക്കിങ്ങിന് പറ്റിയ പ്ലേസും കൂടിയാണ് മഹാബലിപുരം. ചെറിയൊരു ട്രക്കിങ് പോലെയാണ്. പിന്നെ മുകളിൽ കൂടെ കയറി നമ്മൾ മുകളിലേക്ക് പോകണം. കയറി വാ. ബ്രോ സൂപ്പർ വ്യൂ എന്ന് വെച്ചാൽ മുകളിൽ നമുക്ക് കയറിയ വലിയൊന്നല്ല അപ്പുറത്ത് കടൽ കാണാം. ബിൽഡിങ്ങും നമ്മളിപ്പോൾ പോകുന്നതാണ് മഹാബലിപുരത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഷോർ ടെമ്പിൾ. അതായത് കടലിനോട് ചേർന്ന ഒരു ടെമ്പിൾ. അതിന് ചുറ്റും ഫുള്ള് ഗ്രീനറിയൊക്കെ ആയിട്ട് മരമൊക്കെ ആയിട്ട്. ഇപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു മിനിയേച്ചർ രൂപമാണ് ഇവിടെ നമുക്ക് എൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണാൻ സാധിക്കും. അവിടെ കുറച്ച് മുന്നോട്ട് ചെന്ന് അവിടെ ഒരു സെൽഫി പോയിൻ്റ് ഉണ്ട്. ഈ സ്ഥലം ഇപ്പോൾ ഭയങ്കര സൂപ്പറായിട്ട് മാനേജ് ഉണ്ട്. കാരണം നമ്മൾ പ്രധാനമന്ത്രിക്കൂടെ വിസിറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് തോന്നും ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ. എല്ലാ സജ്ജീകരണം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ നടന്നു പോകുമ്പോൾ ആ കാണുന്നില്ലേ, അതാണ് ഷോർ ടെമ്പിൾ. അപ്പോൾ ഇതിന് ചുറ്റും കുറേ മരങ്ങളൊക്കെ ആയിട്ട് തൊട്ടപ്പുറത്ത് കടലും. നല്ല വ്യൂ എന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ എന്തായാലും എപ്പോഴെങ്കിലും ചാൻസ് കിട്ടിയാൽ ഈ സ്ഥലം വന്ന് വിസിറ്റ് ചെയ്യണം. ഇത് രാവിലെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല രസമായിരിക്കും. കാരണം ഇപ്പോൾ ഭയങ്കര സണ്ണിൻ ഹീറ്റൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ നല്ല കടൽക്കാറ്റും കൊണ്ട് നല്ല രസമായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. 1984 ഈ ഷോർ ടെമ്പിൾ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഇടം പിടിച്ചൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ലോകത്തിലൊരു പ്രശസ്തമായൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഷോർ ടെമ്പിൾ. കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് അതിൻ്റെ തൊട്ടടുത്താണ് ബീച്ചുള്ളത്, മഹാബലിപുരം ബീച്ച്. അവിടേക്ക് നടന്നു. അപ്പം നോക്കുന്ന സമയത്ത് കുറേ കളിക്കാനാണ്. നമ്മളൊരു മറീന ബീച്ച് പോലെ അവിടെ തന്നെ കുറേ ഫിഷൊക്കെ ഉണ്ട്, പലതരം ഫിഷ്. ഞാനൊന്നും ട്രൈ ചെയ്തില്ല, കാരണം എനിക്ക് പണ്ടൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതാണ് മറീന ബീച്ചിൽ വെച്ച്. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല അടിപൊളിയായി ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചു. അപ്പോൾ എല്ലാവരും വന്ന് മഹാബലിപുരം വിസിറ്റ് ചെയ്യുക. അപ്പോൾ അതോടെ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.